ജീവിതപാത എങ്ങോട്ടെന്നോർക്ക, ജീവൻ്റെ നായകൻ കൂടെയുണ്ടല്ലോ. അലഞ്ഞു പോകുവാൻ അനുവദിക്കയില്ല, നല്ലിടയൻ ആലയിൽ ചേർത്തിടും. നിൻ വഴികൾ നീ ഫലമേൽപ്പിച്ചിടൂ, പോകേണ്ടും പാത കാണിക്കും സർവദാ. സത്യവും ജീവനും മാർഗവും ഒന്നേ, ഇടരാതെ പോക വിശ്വാസ പാതയിൽ. സത്യവും ജീവനും മാർഗവും ഒന്നേ, ഇടരാതെ പോക വിശ്വാസ പാതയിൽ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നൊരു നല്ല ദിവസത്തിലേക്ക് പ്രവേശിപ്പാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ കർത്താവേ. ചെറുതും വലുതുമായ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവരുണ്ടപ്പാ. എല്ലാവരെയും ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ഉള്ളതുപോലെ അറിയാവുന്ന അപ്പാ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ. കണ്ണുനീരിനെ തുടയ്ക്കണേ അപ്പാ. സമാധാനവും ദൈവകൃപയും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ നിശ്ചയമാ കർത്താവേ, ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നപ്പാ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ദാനമായി തന്ന മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭദ്രമാർന്ന ചെറുകുടിക്കുള്ളിൽ മറച്ചോണേ. ശത്രു കാണല്ലേ അപ്പാ. വക്രതവും കോട്ടം നിറഞ്ഞ ലോകത്തിൽ കൂടി നടക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടപിശാചി തൊടാതോണം സ്വർഗം മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിലും ഭക്തിയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരണം അപ്പാ. എൻ്റെ സ്വർഗ്ഗവരെ മാനിക്കണമേ, ജയത്തോടെ നടത്തണമേ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവരുടെ പ്രയത്നമൊക്കെയും സ്വർഗം അങ്ങ് കണ്ടിരിക്കാൻ സ്തോത്രം. മറുപടിയുമായി ഇറങ്ങണമേ അപ്പാ. അവരാഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ട് എത്തിച്ചാട്ട് കർത്താവേ. ജോലി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിനും സമാധാനത്തിലും കാത്തുകൊള്ളണം. ഏറെ പ്രതിഫലം കൊടുത്ത് കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽകുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അനാഥര വിധവകളെ എല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം കടഭാരമുള്ള മക്കളെ ഏൽപ്പിക്കുന്നു. ഭവനമില്ലാത്തവരെ ഏൽപ്പിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിദേശ കർത്താവേ, യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സമാധാനങ്ങളും സന്തോഷങ്ങളും സൗഖ്യങ്ങളും എല്ലാവർക്കും കൊടുക്കണമേ. സമൃദ്ധിയായി എല്ലാവരെയും നിറച്ച് നടത്തണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, രോഗികൾക്ക് വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അങ്ങ്, ഞങ്ങളുടെ രോഗികളെ അറിയുന്ന കർത്താവ് അവിടുന്ന്. അങ്ങൊന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവ്. അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും നീട്ടണമേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന ജീവിതങ്ങൾ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവേ, ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവർ, ആശുപത്രി മുറിക്കുള്ളിൽ ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്നവർ, വളരെയധികം ക്ഷീണാവസ്ഥയിലും വേദനകളിൽ കൂടി കടന്നു പോകുന്നവർ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് മരുന്ന അവിടുത്തെ ഗിലിയാദിലെ സുഗന്ധ കൊഴുമ്പുമായി കടന്നു വന്ന് ഉച്ച മുതൽ പാദം വരെ തലോടി തൻ്റെ മക്കളെ സൗഖ്യപ്പെടുത്തണേ അപ്പാ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട്. അലർജിയും ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട്. തുമ്മലിൻ്റെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ, പനിയും ചുമയും ഉള്ളവർ, ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്നവർ എൻ്റെ കർത്താവേ, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക നാഥ. സൗഖ്യം കാത്ത് കിടക്കുക. അപ്പൻ്റെ കരമൊന്ന് നീട്ടിയാൽ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു.
സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലെത്തണം. കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ. അപ്പോൾ ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്, തലമുടി മുഴുവൻ ഒഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഓരോ മക്കളെയും അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കൾക്കും വിടുതൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഉദര സംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ, വയറ്റിൽ മുഴയുള്ളവർ ഒക്കെ ഉണ്ടപ്പ. എൻ്റെ കർത്താവേ, നീ സൗഖ്യം അയക്കണമേ. ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ, എൻ്റെ അപ്പൻ്റെ സൗഖ്യം ഇവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. അപ്പം ഒരു വിജയ മാർഗ്ഗമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, കർത്താവേ, ഒരു ജോലി ആഗ്രഹിക്കുക. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ഒരുപാട് നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അടിയനെ ഏൽപ്പിച്ച ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഓരോ മക്കളെയും അവിടുന്ന് കാണുന്ന ദൈവമാകിയാൽ സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, തൻ്റെ മക്കൾക്ക് വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ചെയ്യണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തും അയക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.